ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ബറാത്തിൻ്റെ അന്ന് എടുത്തതാട്ടോ. അപ്പോൾ അന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അന്ന് ചക്കരച്ചോറും അതുപോലെ ഇക്കാൻ്റെ സ്പെഷ്യൽ അടസേമിയം പായസം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉച്ചക്കെന്ന് അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉച്ചക്ക് ഞാൻ മീനൊക്കെ നല്ല കിളിമീൻ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പൊരിച്ചെടുക്കുകയാണ്, മസാല തേച്ചിട്ട് അത് പൊരിച്ചെടുക്കുകയാണ്. പിന്നെ ചോറൊക്കെ നേരത്തെ ആക്കി വെച്ചിരുന്നു. ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ചക്കരച്ചോറ് ഉണ്ടാക്കാൻ നിന്നത് കേട്ടോ. അപ്പം ഫുഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അകത്തുള്ള ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുക്കളയിൽ കുറച്ച് അടുക്കിപ്പെറുക്കാനുണ്ട്. അത് ചക്കരച്ചോറ് ഉണ്ടാക്കിയതിന് ശേഷമുള്ള ചെയ്യണത്. അപ്പോൾ നമ്മൾ ആദ്യം ചക്കരച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ബൗളിലാട്ടോ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബൗളിൽ ഫുള്ളായിട്ട് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കണില്ല, ഒരു ബൗൾ തന്നെയുള്ള ഉണ്ടാക്കണം. എന്താ നമ്മൾ അഡീഷണലായിട്ട് പായസം കൂടി ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചുള്ള ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് അരി കഴുകിയ ശേഷം ഈ അരി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലേക്ക് അരി ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു കപ്പ് അരിയല്ല എടുത്തത്, അപ്പോൾ അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അരി പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിലടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളെ കുക്കറിൻ്റെ വേവിൻ്റെ അനുസരിച്ചിട്ട് വിസിലടിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കുക്കറിന് 2 വിസിലടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വേവാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അത് വേവിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ശർക്കര റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ശർക്കരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ശർക്കര ഉരുക്കി എടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇത് അരിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടുള്ള ശർക്കരയിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ വേറെ ലെവലായിരിക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മളിവിടെ കുക്കറിൽ വെച്ചിരുന്ന ചോറ് ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാകത്തിനുള്ള വേവായിട്ടുള്ളൂ, അരി ഒട്ടും ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഈ ചോറിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഈ ശർക്കരയുടെ പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം കുറച്ചിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വിസിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതൊന്ന് തുറന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ചോറ് തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ മറന്നു പോയതായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കണ്ടേ, അപ്പോൾ നന്നായിട്ടൊന്ന് എടുക്കുക. അപ്പോൾ നമ്മൾ മധുരമുള്ള പലഹാരം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ ചിരവി എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ എത്രത്തോളം ഇടണോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മളെ ചക്കരച്ചോറിന്. ഞാനിതിലേക്ക് 1 തേങ്ങയാണ് ചിരവി എടുത്തിരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ശർക്കരച്ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയ ശർക്കരച്ചോറ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ശർക്കരച്ചോറ് ഉണ്ടാക്കി നോക്കൊണ്ടു. കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിനി പായസം ഉണ്ടാക്കുകയാണ്. ഇത് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സവ്വരി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പാലടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവ്വരിയും പാലടി കുക്കറിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. 1 വിസിലടിച്ചാൽ മതി. ഞാനിവിടെ ഈസ്റ്റൻ്റെ പാലട മിക്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വിസിലടിക്കുമ്പോഴേക്കും നമുക്കിവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സേമിയനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സേമിയ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. അപ്പോൾ അത്യാവശ്യം ബ്രൗൺ കളറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ കുക്കറിൽ തയ്യാറാക്കിയില്ലേ പാലട മിക്സും ചൊവ്വരയുടെ മിക്സും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലടി ചൊവ്വരി ഞാൻ ഒരുമിച്ച് തന്നെ കേട്ടോ വേവിച്ചെടുത്തത് കുക്കറിൽ.
അപ്പോൾ അതിലേക്ക് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ആ പാലട മിക്സിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊന്നും ഇടേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ശർക്കര കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ശർക്കര ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കര ഒന്ന് ഉരുകി വന്ന ശേഷം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പാക്കറ്റോളം പാലുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായി ഒന്ന് തിളക്കണ സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ പായസവും അതേപോലെ ശർക്കര ചോറും ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ക്ലീൻ ചെയ്യുന്നത് അടുക്കളയിലെ സെൽഫാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സാധനങ്ങളൊക്കെ മുഴുവനായിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊരു തുണി വെച്ചിട്ട് തുടക്കുകയാണ്. ഇനി അകത്ത് പുറത്ത് വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടുക കേട്ടോ. അപ്പോൾ ഇതിൽ പൊടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികം പൊടിയൊന്നും ഇല്ല, എന്നാലും ഒന്ന് തുടച്ചിട്ട് അല്ലാതെ ഇതേപോലെ സെൽഫിലേക്ക് തന്നെ വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള സെൽഫുകൾ നമ്മൾ തുടച്ച് കഴിയുമ്പോൾ നമ്മൾ സാധാരണ പേപ്പറൊക്കെ വെക്കൂല, അപ്പോൾ പേപ്പറൊന്നും വെക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. പേപ്പറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കൂറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിരിക്കും. അപ്പോൾ ക്ലീൻ ആക്കി ഇടുകയാണ് നല്ലത്. മൊത്തത്തിൽ എല്ലാ പാത്രങ്ങളും ഒന്ന് തുടച്ചെടുത്തിട്ട് ഇതുപോലെ അടുക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ക്ലീനിങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.